അബ്ദുൾ റസാഖ് എത്ര സമയം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തകർ എത്തിയത്? അവിടുന്ന് താഴെ പുഴ മുറിച്ച് എന്നെ ഇടയ്ക്കിടയ്ക്ക് അബ്ദുൾ റസാഖ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അബ്ദുൾ റസാഖിനോട് ദൗത്യസംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ്, താഴെ സ്കൂളിൻ്റെ അവിടെ എത്തി, അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് അബ്ദുൾ റസാഖിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, കുട്ടികളടക്കമുണ്ട്, സ്ത്രീകളടക്കമുണ്ട്, അവരിൽ പലരുടെയും പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ? ഭർത്താവ്, ബന്ധുക്കൾ, ഉമ്മ, വാപ്പ, ബന്ധുക്കൾ എല്ലാവരും. അതെ അതെ തീർച്ചയായിട്ടും. സഹായം അവിടെ സഹായം എത്തിക്കാൻ ആർക്ക് താല്പര്യമുള്ള അങ്ങ് പറഞ്ഞോളൂ. ഹലോ, ഈ സഹായം എത്തിക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടായിട്ടും അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയില്ലല്ലോ. അത് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. പാലം കംപ്ലീറ്റ് പോയി, പിന്നെ പുഴയിലാണെങ്കിൽ മുഴുവൻ വെള്ളം, പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് ആ പിന്നെ പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതിഗതികളും അറിയില്ല. എങ്കിലും കുറച്ച് പരിമിതമായ നാട്ടുകാരും പരിസരവാസികളും പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരും കൂടെ വന്ന് ഏതൊക്കെയോ 8-ാം നമ്പറിലെ കാട്ടിക്കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞാണ് ഏകദേശം മുണ്ടക്കയുടെ ഒരു ബൗണ്ടറിയിൽ എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഔദ്യോഗികമായി ഫയർഫോഴ്സും മറ്റു കാര്യങ്ങളും എത്തുമ്പോൾ ഏതാണ്ട് 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അതിന് മുമ്പ് ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവിടെ അങ്ങനെയായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ. എങ്ങനെയാണ് അബ്ദുൾ റസാഖ് നിങ്ങൾ അതിന്റെ പിറ്റേ ദിവസം എല്ലാവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. വീട് പോയവരുണ്ടാവും, ബന്ധുക്കൾ പോയവരുണ്ടാവും. അവരെയൊക്കെ എങ്ങനെയാണ് അബ്ദുൾ റസാഖ് അത്രയും മണിക്കൂർ ആശ്വസിപ്പിച്ച് പിടിച്ചു നിർത്തിയത്? അതെ, ആശ്വസിപ്പിച്ച് നിർത്തൽ ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഒരേപോലെ സഹായരാണ്. അപ്പം നമ്മളിങ്ങനെ അവരോട് പറഞ്ഞു നിൽക്കുക. നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടവരോ കുടുങ്ങിയവരോ പിന്നെ ഏതായാലും അതിൽ കുടുങ്ങി, അതിൻ്റെ ഇടയിൽ നമ്മളങ്ങോട്ട് ഇരുട്ടത്തിൽ ചെന്ന് ഓടിച്ചാറി കേട്ടിട്ട് നമ്മളും കൂടി അതിൽ പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു നിൽക്കല്ലാതെ വേറെ ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾക്ക്. അതെൻ്റെ ഒരു മിടുക്കൊന്നുമല്ല. അത് എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചാണ് നിന്നത്. അല്ലാതെ ഒരാളെ ഒരു മിടുക്കൊണ്ടല്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് നിന്നാണ് അങ്ങനെ അത്രയും സമയം അവിടെ പിടിച്ചു നിന്നത്. ഞാൻ ഫൈസയുടെ കാര്യം ഇടയ്ക്ക് ചോദിച്ചു, അങ്ങ് ഞങ്ങൾ നേരം വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അന്നാണെങ്കിൽ പറഞ്ഞോളൂ. മനസ്സിലായി. ഇപ്പോൾ ഫൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പള്ളിയുടെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുകൾ ഭാഗത്ത് പോയി നോക്കിയപ്പോൾ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള റൂമിലാണ് പിന്നെ ഉസ്താദ് ഉറങ്ങുന്നത്. ആ റൂമിൻ്റെ ഭാഗം കാണാനില്ല. അപ്പോൾ പിന്നെ ഫോണാണെങ്കിൽ അത് പിന്നെ സാധാരണ ഫോണ് റിങ് എന്നിട്ട് പുള്ളി എടുത്തിട്ടില്ല. ആ സമയത്താണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് ഒഴുകിപ്പോയതുകൊണ്ട് അതിന് പുള്ളി നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിട്ടിയത് പള്ളിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, ദൂരേക്ക് പോയിട്ടില്ല. ആ ഭാഗത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നിരിക്കും? എത്ര പേരുകൾ ആ ഭാഗത്ത് അബ്ദുൾ റസാഖിന് അറിയാവുന്ന ആളുകളെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്? അബ്ദുൾ റസാഖിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ? സുഹൃത്തുക്കളായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും നമ്മളെ പരിചയക്കാരും വ്യക്തിപരമായ പേഴ്സണലായിട്ട് എല്ലാവരും അറിയുന്ന ആളുകളാണ്. ഗ്രാമപ്രദേശമാണ്. എല്ലാ ആളുകളും നമുക്ക് അത്രയും വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളാണ്. കാരണം പരിമിതമായ പിന്നെ വീടുകളും പരിമിതമായ സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമുക്കറിയാം. എത്രമാത്രം വീടുകൾ പോയി എന്നതിൽ കൃത്യമായ കണക്ക് എനിക്കങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയില്ല. എന്നാലും ഒരുപാട് വീടുകളും ഒരുപാട് ആളുകളും പോയിട്ടുണ്ട്.